ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനീസ് ആക്ട് 2013 ഇ ബുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ അമെൻമെൻറ്റ്സ് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്റ്റാണ് കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ബുക്സ് വെച്ച് റെഫർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന അമെൻമെൻറ്റ്സിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സൈറ്റിൽ നമുക്ക് ഇ ബുക്ക് ആക്സസ് അവൈലബിൾ ആണ്. സോ അതിനായി MCA സൈറ്റ് ഓപ്പൺ ചെയ്യുക. www.mca.gov.in. ഇതാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സൈറ്റ്. ഇതിൽ നമ്മൾ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്ന ടാബ്സിൽ ഇ ബുക്ക് കമ്പനീസ് ആക്ട് 2013 എന്ന ഈ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സെക്ഷൻസും എല്ലാ കമ്പനീസ് റൂൾസും അതിൻ്റെ എഫക്റ്റീവ് ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻ സർക്കുലേഴ്സ് എല്ലാം നമുക്ക് ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. ആദ്യം തന്നെ കമ്പനീസ് ആക്ട് 2013 ടാബ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സെക്ഷൻസും അത് റിലേറ്റഡ് ആയ ചാപ്റ്റേഴ്സിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചാപ്റ്റർ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിമിനറി, അത് സെക്ഷൻ 1 and 2 അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ചാപ്റ്റർ 2 ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ആൻഡ് മാറ്റേഴ്സ് ഇൻസിഡൻറ്റൽ thereto, സെക്ഷൻ 3 to 22. അങ്ങനെ ഓരോ സെക്ഷൻസും ഓരോ ചാപ്റ്റർ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ് ഇതിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സെക്ഷൻസ് ആണോ ആവശ്യം ആ സെക്ഷൻ്റെ കാറ്റഗറി നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ചാപ്റ്ററിനുള്ളിലേക്ക് പോകാവുന്നതാണ്. ഇല്ല, നമുക്ക് സെക്ഷൻസ് ഏതാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷനുകളെ കുറിച്ചാണോ അറിയേണ്ടത് ആ കാറ്റഗറി നമുക്ക് ഈ ചാപ്റ്റർ നെയിം യൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ സെക്ഷനുള്ളിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മീറ്റിംഗ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ് എന്നുള്ള അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ആണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചാപ്റ്റർ 12 ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷൻസും വരുന്നതാണ്. സെക്ഷൻ 173 മുതൽ സെക്ഷൻ 195 വരയ്ക്കും ആ ചാപ്റ്ററിലുള്ള സെക്ഷൻസ് ആണ്. ഇതിലേത് സെക്ഷനാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് മീറ്റിംഗ്സ് ഓഫ് ബോർഡ് എന്നുള്ള സെക്ഷൻ 173 ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഈ ടാബ് യൂസ് ചെയ്ത് മാക്സിമൈസ് ചെയ്യുക. അപ്പോൾ ആ സെക്ഷൻ എന്താണ്, ആ സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സും എക്സെപ്ഷൻസ്, മോഡിഫിക്കേഷൻ, അഡാപ്റ്റേഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. സെക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് ഡേറ്റ് മുതലാണ് എഫക്റ്റീവ് ആവുക എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഈ സെക്ഷനുമായിട്ടുള്ള റിലേറ്റഡ് റൂൾസും നമുക്ക് ഇതേ സൈറ്റിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് അതേപോലെ കമ്പനീസ് റൂൾസ് പഠിക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ് MCA സൈറ്റ്. ഇനി അതേപോലെ തന്നെ നമ്മളിത് ക്ലോസ് ചെയ്യാം. കമ്പനീസ് റൂൾസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. കമ്പനീസ് റൂൾസ് ടാബിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ചാപ്റ്റർ വൈസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഏത് സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റൂളാണോ പഠിക്കേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുമായി റിലേറ്റ് ആയിട്ടുള്ള ടാബ് നമുക്ക് ഓപ്പൺ ആയി വരും. ഇപ്പോൾ ആ ചാപ്റ്ററിലുള്ള എല്ലാ റൂൾസും നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ആയിട്ട് കാണിക്കും. ഞാൻ റൂൾ നമ്പർ 5 എടുക്കുകയാണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർസ്. അപ്പോൾ നമുക്ക് ആ റൂളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓപ്പൺ ആയിട്ട് വരും. അതേ എങ്ങനെയാണോ നമ്മൾ കമ്പനീസ് ആക്ടിൻ്റെ കേസിൽ നോക്കിയത് അതേപോലെ തന്നെ റൂള് വിത്ത് അമെൻമെൻറ്റ്സോട് കൂടിയിട്ട്
നമുക്ക് ഡിസ്പ്ലേ ആകും. അതേപോലെ തന്നെ ഫസ്റ്റ് ഉണ്ടായിരുന്ന റൂളിൽ നിന്നും ഏതെങ്കിലും കാര്യങ്ങൾ അവർ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, ആസ് പെർ അമെൻമെൻറ്റ്സ് ഏതെങ്കിലും കാര്യങ്ങളും ഒമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ആ കാര്യങ്ങൾ ഈ റൂളിലും ആക്ടിൻ്റെ കേസിലായാലും അവർ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോയിലൂടെ കമ്പനീസ് ആക്ട് 2013 ആൻഡ് കമ്പനീസ് റൂൾസ് 2014 എങ്ങനെ വിത്ത് അമെൻമെൻറ്റ്സോടുകൂടി പഠിച്ചെടുക്കാം എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. MCA സൈറ്റിലുള്ള ഇ ബുക്ക് ആക്സസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി അറ്റ് പ്രസന്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സോടുകൂടി പഠിച്ചെടുക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.